ബീഹാറിൽ പാലം തകർച്ച തുടർക്കഥയാകുന്നു. സരൺ ജില്ലയിലെ ഖദകി നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നു വീണത്. 15 ദിവസത്തിനുള്ളിൽ 10ാമത്തെ പാലമാണ് ഇതോടെ തകർന്നു വീഴുന്നത്. 15 വർഷം മാത്രം പഴക്കമുള്ള പാലങ്ങളാണ് തകർന്നു വീഴുന്നത്. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഭരണാധികാരികൾ പറഞ്ഞു. കനത്ത മഴയാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്നാണ് വിലയിരുത്തൽ. നേരത്തെ സിവാൻ ജില്ലയിലെ ഖദകി നദിക്ക് കുറുകെ തന്നെയുള്ള മറ്റൊരു പാലവും തകർന്നു വീണിരുന്നു. ഹരാജ് ഗഞ്ചുമായി നിരവധി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. പാലം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ആർക്കും പരിക്കേറ്റിരുന്നില്ല. തുടർച്ചയായി പാലങ്ങൾ തകർന്നു വീഴുന്നത് ബീഹാറിലെ അടിസ്ഥാന സൗകര്യ രംഗത്തെ വീഴ്ചയാണെന്നും വിമർശനം ഉയർന്നു വരികയാണ്. ജൂൺ 22-ന് സിവാനിലെ തന്നെ മറ്റൊരു പാലം തകർന്നു വീണിരുന്നു. സിവാനിൽ മാത്രമല്ല, മധുബാനി, അരാരിയ, ഈസ്റ്റ് ചമ്പാരൻ, കിഷൻഗഞ്ച് എന്നിവിടങ്ങളിലും പാലങ്ങൾ തകർന്നു വീണിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തുവാൻ ഉന്നതതല സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ പൊളിഞ്ഞു വീഴുന്ന പാലങ്ങൾ തമ്മിലെ ബന്ധം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇവയെല്ലാം പണിതുയർത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതി പ്രകാരമാണ്. ഉറപ്പും കരുത്തുമില്ലാതെ ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൊടുക്കാതെ കെട്ടിയ കോൺക്രീറ്റ് മിശ്രിതത്തിന് മോദി ഇട്ടിരിക്കുന്ന പേര് രാജ്യവികസനം. ജൂൺ 18-ന് അരാരിയിൽ ബക്ര നദിക്ക് കുറുകെ പൊളിഞ്ഞു വീണ പാലത്തിന്റെ നിർമ്മാണ ചെലവ് 12 കോടി രൂപയാണ്. ജൂൺ 23-ന് കിഴക്കൻ ചമ്പാരനിൽ തകർന്ന പാലത്തിന്റെ ചിലവ് 1.5 കോടി. ഈ അവസാനം തകർന്ന് വീണ മധുബനി ജില്ലയിലെ ജജൻപൂരിൽ തകർന്ന പാലത്തിന്റെ ചിലവ് വരുന്നത് 3 കോടിയോളം രൂപ. അങ്ങനെ ഏകദേശം ഒരു മഴയിലും മിന്നലിലും പൊളിഞ്ഞു വീഴുന്ന മോദിയുടെ വികസനത്തിന്റെ നഷ്ടങ്ങൾ കോടികളാണ്. അന്ന് തകർന്നു വീണത് 77 മീറ്റർ നീളമുള്ള ഏറ്റവും പുതിയ പാലത്തിൽ 2 തൂണുകൾക്കിടയിലുള്ള നീളമുള്ള ഗാർഡിന്റെ ഒരു ഭാഗമായിരുന്നു. പാലം തകർന്നത് പൊതുജനങ്ങൾ അറിയാതിരിക്കാൻ അന്ന് തകർന്ന ഭാഗം പ്ലാസ്റ്റിക് കൊണ്ട് മൂടുകയായിരുന്നു. ഈ ഭരണം നമ്മുടെ സംസ്ഥാനമായാലും കേന്ദ്രമായാലും BJPയുടെ കയ്യിലാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മോദി തുടങ്ങി വെച്ചതെല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കുറച്ചു കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ 12ാമത്തെ നീളം കൂടിയ പാലമെന്ന ബഹുമതിയോടെ കെട്ടിപ്പൊക്കിയ അടൽ സേതു മുതൽ ബീഹാറിലെ ചെറുപാലങ്ങൾ വരെ പൊളിയുന്നതും വിള്ളൽ വീഴുന്നതും ഇതേ മോദി ഭരണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം മോദിയുടെ വികസന കുടപിടിച്ചുയർന്നു വന്ന ഒരു ടണലും ഡൽഹിയിലെ വിമാനത്താവളവും പൊളിഞ്ഞു വീണിരുന്നു. ഇത് മാത്രമല്ല, അയോധ്യയുടെ മേൽക്കൂര വരെയും റോഡുകളും പൊളിഞ്ഞ വാർത്തയും ഇതേ മോദിയുടെ ചിട്ടവട്ടത്തിൽ ഉൾപ്പെടുന്നവയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ മോദി വികസനത്തിന്റെ പേരിൽ എന്തൊക്കെ ചെയ്തുവെന്ന് കാണിച്ചുവോ അതെല്ലാം അവരുടെ പാർട്ടിയുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്നതിനൊപ്പം തന്നെ പൊളിഞ്ഞു വീഴുകയാണ്. പാർട്ടിയുടെ വീഴ്ചയ്ക്കൊപ്പം തന്നെ ചേരുംപടി ചേർക്കാവുന്നതാണ് ഈ തകർന്ന പാലങ്ങളും.